ഹായ്, വെൽക്കം ടു ഓൾ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് CMA USA പാർട്ട് 1-ലെ ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്നുള്ള ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ മുന്നത്തെ ഡിസ്കഷനിൽ ഇൻട്രൊഡക്ഷൻ ടു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നുള്ള ഭാഗമായിരുന്നു ഡിസ്കസ് ചെയ്തത്. അതിൽ നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചും ബാലൻസ് ഷീറ്റിനെ കുറിച്ചും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചും സിമ്പിളായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തു. ഇനി അതിൽ നമ്മൾ 1 by 1 ഡീറ്റെയിൽ ആയിട്ട് പോകാൻ പോവാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഡിസ്കഷൻ വരുന്നത് ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്താണ് ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്നുള്ള ആദ്യം നോക്കാം. ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഒരു കമ്പനിയുടെ ലാഭമാണോ നഷ്ടമാണോ എന്ന് സൂചിപ്പിക്കുന്ന കാണിക്കുന്ന അക്കൗണ്ട് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, വിച്ച് ഷോസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഫോർ എ സ്പെസിഫിക് പീരിയഡ് ഓഫ് ടൈം. അത് ഒരു പീരിയഡ് ഓഫ് ടൈമില്, ഫോർ എക്സാമ്പിൾ ഒരു മന്തിലെ അല്ലെങ്കിൽ ഒരു വർഷത്തെ, ഒരു ക്വാർട്ടറിലെ, ഈവൻ 1 വീക്കിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അതാണ് അതിൽ കാണിക്കുന്നത്. ആ ഒരു വർഷത്തെ അല്ലെങ്കിൽ ആ ഒരു സ്പെസിഫിക് പീരീഡിലെ കമ്പനി അല്ലെങ്കിൽ ഒരു ബിസിനസ് പ്രോഫിറ്റിലാണോ ലോസിലാണോ അതാണ് ഇൻകം സ്റ്റേറ്റ്മെന്റ് കാണിക്കുന്നത്. ഇൻകം സ്റ്റേറ്റ്മെന്റിൽ കാര്യമായിട്ട് വരുന്നത് ഒന്ന് റവന്യൂ ആണ്. റവന്യൂ എന്ന് പറഞ്ഞാൽ നമ്മളെ സെയിൽസ് ആണ് മെയിൻ ആയിട്ട്. നമ്മൾ കസ്റ്റമേഴ്സിന് പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്ന എത്ര സെയിൽ ജനറേറ്റ് ചെയ്തു, അതാണ് റവന്യൂ. റവന്യൂ കഴിഞ്ഞാൽ അതിന്റെ ഒരു അടുത്തൊരു പാർട്ട് വരുന്ന കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. ഈ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ ഉപയോഗിച്ച് നമ്മൾ ആ പ്രൊഡക്റ്റിന്റെ ഗുഡ്സ് സോൾഡ്, അത് വിറ്റ സാധനത്തിന്റെ നമ്മളെ കോസ്റ്റ് എത്രയാണ്, അതാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. നമ്മൾ ഈ റവന്യൂന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ചെയ്താൽ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ആ ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ അതിനുശേഷം ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകൾ മൈനസ് ചെയ്യും. ആ ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ അതിനുശേഷം ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകൾ മൈനസ് ചെയ്യും. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകൾ മൈനസ് ചെയ്താൽ നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ലഭിക്കും. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നമ്മൾ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസുകൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടും. ഇതാണ് ഒരു ഇൻകം സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ജനറൽ ആയിട്ടുള്ള ഫോർമാറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഇൻകം സ്റ്റേറ്റ്മെന്റ് അസസ് ദ ഫൈനാൻഷ്യൽ ഹെൽത്ത് ആൻഡ് പെർഫോമൻസ്. ഒരു കമ്പനിന്റെ അല്ലെങ്കിൽ ഒരു ബിസിനസിന്റെ ഫൈനാൻഷ്യൽ ഹെൽത്ത് എന്താണ്, അതിന്റെ പെർഫോമൻസ് എന്താണെന്നുള്ളത് മെഷർ ചെയ്യുക, അതാണ് ഇൻകം സ്റ്റേറ്റ്മെന്റ് ചെയ്യുക. ആൾസോ ഇറ്റ് മെഷർ ദ പ്രോഫിറ്റബിലിറ്റി. ഒരു കമ്പനിന്റെ പ്രോഫിറ്റബിലിറ്റി എത്ര ഉണ്ട് എന്നുള്ളത് മെഷർ ചെയ്യുന്നു. അതുപോലെ തന്നെ ഇൻകം സ്റ്റേറ്റ്മെന്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും, വെദർ ഇറ്റ് ഈസ് ഓണേഴ്സ്, വെദർ ഇറ്റ് ഈസ് പബ്ലിക്, വെദർ ഇറ്റ് ഈസ് എംപ്ലോയീസ്, വെദർ ഇറ്റ് ഈസ് സപ്ലയേഴ്സ്, വെദർ ഇറ്റ് ഈസ് കസ്റ്റമേഴ്സ്, ഓൾമോസ്റ്റ് ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അതായത് കമ്പനിന്റെ കോർ പെർഫോമൻസ് കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻകം സ്റ്റേറ്റ്മെന്റ്. അപ്പൊ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇതാണ് നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെന്റിലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇൻകം സ്റ്റേറ്റ്മെന്റിന്റെ സ്ട്രക്ചർ നോക്കാം. നമുക്ക് ടോപ്പ് ലൈൻ ആയിട്ട് വരെ സെയിൽസ് ആണ് അല്ലെങ്കിൽ റവന്യൂ. നമ്മളെ കോർ ബിസിനസ് ആക്ടിവിറ്റി ഉപയോഗിച്ച് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന സെയിൽസ് അല്ലെങ്കിൽ റവന്യൂ ആണ് നമ്മളെ റവന്യൂ എന്നുള്ള പാർട്ടിൽ വരിക. നെക്സ്റ്റ് ലൈൻ ആയിട്ട് വരിക, നെക്സ്റ്റ് പാർട്ടായിട്ട് വരിക കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. അത് ഈ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ ഉപയോഗിച്ച് നമ്മൾ സെല് ചെയ്ത പ്രൊഡക്റ്റിന്റെ നമ്മളെ കോസ്റ്റ് എത്രയാണ്, അതാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഈ റവന്യൂ ഒന്ന് നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ചെയ്താൽ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ റവന്യൂ മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, അതാണ് ഗ്രോസ് പ്രോഫിറ്റ്. ഈ ഗ്രോസ് പ്രോഫിറ്റ് നമ്മളെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകൾ ഉണ്ടാവും. നമ്മളെ എംപ്ലോയീസിന്റെ സാലറി, നമ്മളെ വെയർ ഹൗസ് റെന്റ്, നമ്മളെ ഡിപ്രിസിയേഷൻ, നമ്മളെ എക്യുപ്മെന്റ് ഡിപ്രിസിയേഷൻ, അതുപോലെ തന്നെ നമ്മളെ ഇലക്ട്രിസിറ്റി, ഇതുപോലത്തെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകൾ നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ഇൻകം കിട്ടും. ഈ ഓപ്പറേറ്റിംഗ് ഇൻകം വിത്ത് നമുക്ക് മറ്റെന്തെങ്കിലും ഇൻകം ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യുക. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും എക്സ്പെൻസുകൾ ഉണ്ടെങ്കിൽ അത് ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻകം ബിഫോർ ടാക്സ്, നമ്മളെ ഇൻകം ടാക്സ് പേ ചെയ്യുന്നതിനുള്ള നമ്മളെ ഇൻകം കിട്ടും. ആ ഇൻകത്തിൽ നിന്ന് നമ്മളെ ടാക്സ് എക്സ്പെൻസ്, ഇൻകം ടാക്സ് എക്സ്പെൻസ് ഉണ്ട്, അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് പ്രോഫിറ്റ്, നമ്മളെ നെറ്റ് ഇൻകം എത്ര എന്നുള്ളത് ഇതിൽ കിട്ടും. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ എല്ലാ എക്സ്പെൻസുകളും മൈനസ് ചെയ്ത് അതിനുശേഷം കിട്ടുന്ന പ്രോഫിറ്റ് ആണ് നെറ്റ് പ്രോഫിറ്റ്. അപ്പൊ ഇതാണ് ഒരു ഇൻകം സ്റ്റേറ്റ്മെന്റിന്റെ ഒരു സ്റ്റാൻഡേർഡ് സ്ട്രക്ചർ വരിക. നമ്മൾ ഇത് ഓരോ കമ്പനിക്കും, ഓരോ കമ്പനിക്കും അതുപോലെ തന്നെ ഇൻകം സ്റ്റേറ്റ്മെന്റ് ഓരോ കമ്പനിക്കും വ്യത്യസ്തമായിരിക്കും, ഓരോ ഇൻഡസ്ട്രീസിനും വ്യത്യസ്തമായിരിക്കും. കാരണം അവിടെ എല്ലാം ഡിഫറെന്റ് കോസ്റ്റ് ലൈൻസ് ആണ് ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ബട്ട് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞതാണ് നമ്മൾ ജനറലി ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഇൻകം സ്റ്റേറ്റ്മെന്റിന്റെ ഫോർമാറ്റ്. ഇനി നമുക്കൊരു ഇൻകം സ്റ്റേറ്റ്മെന്റ് എക്സാമ്പിൾ നോക്കാം. ഒരു സിമ്പിൾ ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണിത്. അത് നമ്മൾ എന്ത് ചെയ്യും, സെയിൽസ് റവന്യൂ, നമ്മളെ റവന്യൂ എത്ര എന്നുള്ളത് കാണിച്ചു. ഇവിടെ ഇപ്പോൾ 5 lakh ആണ് അല്ലെങ്കിൽ 500,000 ആണ് നമ്മളെ സെയിൽസ് റവന്യൂ ആയിട്ട് കാണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ അടുത്ത് പറഞ്ഞ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമ്മൾ 2 lakh അല്ലെങ്കിൽ 200,000 ആണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ്, അതായത് ഈ സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, ഇതാണ് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ. അതായത് 3 lakh അല്ലെങ്കിൽ 300,000 ആണ് നമ്മളെ ഗ്രോസ് പ്രോഫിറ്റ് ഈ കേസിൽ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മളെ
300,000 3 lakh ആണ് നമ്മളെ ഗ്രോസ് പ്രോഫിറ്റ് ഈ കേസിൽ വന്നിട്ടുള്ളത്. ഇത് നമുക്ക് നമ്മളെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകൾ, നമ്മളെ സാലറി 50,000, നമ്മളെ റെന്റ് 30,000, അതുപോലെ തന്നെ നമ്മളെ യൂട്ടിലിറ്റി എക്സ്പെൻസ് 20,000. അപ്പൊ നമ്മൾ ടോട്ടൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് 50,000 പ്ലസ് 30,000 പ്ലസ് 20,000, അതായത് 100,000 ആണ്, അല്ലെങ്കിൽ 1 lakh ആണ്. അപ്പൊ നമ്മൾ ടോട്ടൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഈ കേസിൽ നമ്മൾ ടോട്ടൽ സാലറി പ്ലസ് ടോട്ടൽ റെന്റ് പ്ലസ് ടോട്ടൽ യൂട്ടിലിറ്റി, ഇത് മൂന്നും ആഡ് ചെയ്തപ്പോൾ നമുക്ക് ടോട്ടൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കിട്ടി. നമ്മൾ ഈ ഗ്രോസ് പ്രോഫിറ്റ് നിന്ന് ടോട്ടൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, അതായത് 300,000 നിന്ന് 100,000 ഡിഡക്ട് ചെയ്തപ്പോൾ നമുക്ക് 200,000, ഇതാണ് നമ്മളെ ഓപ്പറേറ്റിംഗ് ഇൻകം ആയിട്ട് കിട്ടിയത്. ഈ ഓപ്പറേറ്റിംഗ് ഇൻകത്തിൽ നമ്മൾ ഇൻകം ടാക്സ് ഡിഡക്ട് ചെയ്തു. അപ്പൊ നമ്മളെ നെറ്റ് പ്രോഫിറ്റ് കിട്ടി 150,000. അപ്പൊ ഇതാണ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഇൻകം സ്റ്റേറ്റ്മെന്റ് എക്സാമ്പിൾ. നമ്മൾ സെയിൽസ് നിന്ന് എങ്ങനെയാണ് നമ്മൾ നെറ്റ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മൾ ആദ്യത്തെ ലൈനായിട്ട് നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാൽക്കുലേറ്റ് ചെയ്തു, അതിന് ഗ്രോസ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്തു. ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ ടോട്ടൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കാൽക്കുലേറ്റ് ചെയ്ത് അത് ഗ്രോസ് പ്രോഫിറ്റിന് മൈനസ് ചെയ്തു. അപ്പൊ നമുക്ക് ഓപ്പറേറ്റിംഗ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്തു. അതിന് ഇൻകം ടാക്സ് നമ്മൾ മൈനസ് ചെയ്തു, നമ്മൾ ടാക്സ് എക്സ്പെൻസ്. അപ്പൊ അതിന് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്തു. ഈ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ എല്ലാ എക്സ്പെൻസും ഇൻക്ലൂഡിങ് ഇൻകം ടാക്സ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, സാലറി, റെന്റ്, ഡിപ്രിസിയേഷൻ, എല്ലാ എക്സ്പെൻസും മൈനസ് ചെയ്തിട്ടുള്ള പ്രോഫിറ്റ് ആണ് നെറ്റ് പ്രോഫിറ്റ്. അപ്പൊ ഇതാണ് നമ്മളെ ഒരു ഇൻകം സ്റ്റേറ്റ്മെന്റിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള എക്സാമ്പിൾ. അതുപോലെ തന്നെ ഇൻകം സ്റ്റേറ്റ്മെന്റ് ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിലൊന്ന് പെർഫോമൻസ് ഇവാലുവേഷൻ, കമ്പനീന്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ ഇൻകം സ്റ്റേറ്റ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമുക്ക് നമ്മളെ കമ്പനിയുടെ ഒരു ഇൻകം സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. നമുക്ക് ഈ ഇൻകം സ്റ്റേറ്റ്മെന്റ് ഒരു ഡിഫറെന്റ് എൻറ്റിറ്റി അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്, ഒരു ബെഞ്ച് മാർക്കായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മളെ കമ്പനിയുടെ ഗ്രോസ് പ്രോഫിറ്റ് ഇത്രയാണ്, ഇത്ര പെർസെൻറ്റേജ് ആണ് സെയിൽസിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത്ര പെർസെൻറ്റേജ് ആണ്. പക്ഷെ നമ്മൾ കോമ്പറ്റീറ്റർ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നത് ഇത്ര പെർസെൻറ്റേജ് ആണ്. ഫോർ എക്സാമ്പിൾ, നമ്മളെ കമ്പനിയുടെ ഗ്രോസ് പ്രോഫിറ്റ് വരുന്നത് 50% ആണ്, ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് എന്നുള്ളത് 55% ആണ്. അതിനർത്ഥം നമ്മൾ അണ്ടർ പെർഫോമിംഗ് ആണ്, നമ്മളെ ബിസിനസ് ഒന്നും കൂടെ ഇംപ്രൂവ് ചെയ്യാനുണ്ട്. അപ്പൊ ഇതുപോലെ നമുക്ക് പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ ഇൻകം സ്റ്റേറ്റ്മെന്റ് സഹായിക്കും. അതുപോലെ തന്നെ ഇൻവെസ്റ്റർ ഡിസിഷൻ മേക്കിംഗ്, അതൊരു കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന, മെഷർ ചെയ്യുന്ന, ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻകം സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇൻവെസ്റ്റേഴ്സിന് ഡിസിഷൻ എടുക്കും. ഇൻവെസ്റ്റേഴ്സ് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുക അവരെ ഇൻവെസ്റ്റ്മെന്റ് സെക്യൂർ ആണ്, അതുപോലെ തന്നെ അതിന് റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ. ഇതിൽ റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ ഏറ്റവും ഈ മെട്രിക്സ് ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുക കമ്പനി പ്രോഫിറ്റബിൾ ആണ്. കമ്പനി പ്രോഫിറ്റബിൾ ആണെങ്കിൽ, ഒരു ബിസിനസ് പ്രോഫിറ്റബിൾ ആണെങ്കിൽ മാത്രമേ ഇൻവെസ്റ്റേഴ്സിന് റിട്ടേൺ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഇൻവെസ്റ്റേഴ്സ് ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ കീ ആയിട്ട് ചെക്ക് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻകം സ്റ്റേറ്റ്മെന്റ്. അപ്പൊ തന്നെ കമ്പനിയുടെ ക്രെഡിറ്റ് വർത്തിനെസ് എത്ര ഉണ്ട്, ഒരു കമ്പനിയുടെ ക്രെഡിറ്റ് വർത്തിനെസ് ഇനി ഇവിടെ നമ്മളെ കമ്പനി എത്രത്തോളം, ഫോർ എക്സാമ്പിൾ ഇൻവെസ്റ്റേഴ്സിന് തന്നെ എത്രത്തോളം സെക്യൂർ ആണ്, കമ്പനി എത്ര പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്, കമ്പനി എത്ര സെയിൽ ജനറേറ്റ് ചെയ്യുന്നു, ഇതുപോലെ തന്നെ കീ മെട്രിക്സ് എല്ലാം മെഷർ ചെയ്യുന്നത് ഇൻകം സ്റ്റേറ്റ്മെന്റിലാണ്. അതുപോലെ തന്നെ വിച്ച് മെഷേഴ്സ് ദ ഓപ്പറേഷണൽ എഫിഷ്യൻസി, ഒരു കമ്പനിയുടെ ഓപ്പറേഷണൽ എഫിഷ്യൻസി എത്ര എന്ന് മെഷർ ചെയ്യുന്നത്. പ്രോഫിറ്റബിലിറ്റി ആണ് അതിന്റെ കീ മെട്രിക്സ്. ഓപ്പറേഷണൽ എഫിഷ്യൻസി, കമ്പനി എത്ര എഫിഷ്യന്റ് ആയിട്ടാണ് കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്ട്രാറ്റജിക് പ്ലാനിങ്, കമ്പനിയുടെ സ്ട്രാറ്റജിക് പ്ലാനിങ്, കമ്പനി എക്സ്പാൻഷൻ പ്ലാനിങ്ങിലൊക്കെ ഇൻകം സ്റ്റേറ്റ്മെന്റ് ഒരു ഇമ്പോർട്ടന്റ് എലമെന്റ് ആണ്. കാരണം ഇപ്പോൾ കമ്പനി കറന്റ്ലി എത്ര പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഏത് സെക്ടറിലാണ് കൂടുതൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നത്, ഏത് ഏരിയയിലാണ് കൂടുതൽ സെയിൽസ് ഗ്രോത്ത് ഉള്ളത്, ഇതുപോലത്തെ മെട്രിക്സ്, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ മെഷർ ചെയ്തിട്ടാണ് കമ്പനി സ്ട്രാറ്റജിക് പ്ലാനിങ്, അതുപോലെ തന്നെ എക്സ്പാൻഷൻ ഒക്കെ പ്ലാൻ ചെയ്യുക. അപ്പൊ അതിന് ഇൻകം സ്റ്റേറ്റ്മെന്റ് ഒരു ഇമ്പോർട്ടന്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ തന്നെ ബഡ്ജറ്റിംഗ് ആൻഡ് ഫോർകാസ്റ്റിംഗ്, കമ്പനി ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന കമ്പനിയുടെ ഒരു ഫൈനാൻഷ്യൽ റെക്കോർഡാണ്, ഹിസ്റ്റോറിക്കൽ ഡാറ്റയാണ്. ഹിസ്റ്റോറിക്കൽ ഡാറ്റ നമുക്ക് കമ്പനിയുടെ ബഡ്ജറ്റിങ്ങിന് അതുപോലെ തന്നെ ഫോർകാസ്റ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പൊ നമ്മളെ ഒരു ഇൻകം സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്ത് ഇൻകം സ്റ്റേറ്റ്മെന്റ് നമുക്ക് നമ്മളെ ആക്ച്വൽ പെർഫോമൻസ് ആയിട്ട് ബഡ്ജറ്റ് ആയിട്ട് കമ്പയർ ചെയ്യാനും ഹെൽപ്ഫുൾ ആണ്. അപ്പൊ നമുക്ക് ഇൻകം സ്റ്റേറ്റ്മെന്റ് ഒന്ന് ഇത് പാസ്റ്റ് ഓറിയന്റഡ്, ഒന്ന് ഫ്യൂച്ചറിസ്റ്റിക് ഓറിയന്റഡ്, രണ്ട് രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനി ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാണ്, അപ്പൊ നമുക്ക് കമ്പനിയുടെ ഹിസ്റ്റോറിക്കൽ ഡാറ്റാസ് ചെക്ക് ചെയ്യാൻ, ഹിസ്റ്റോറിക്കൽ ഡാറ്റാസ് ഇവാലുവേറ്റ് ചെയ്യാൻ ഇൻകം സ്റ്റേറ്റ്മെന്റ് ഇമ്പോർട്ടന്റ് എലമെന്റ് ആണ്. അതുപോലെ തന്നെ കമ്പനി ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്തു, ഈ ബഡ്ജറ്റും നമ്മളെ ആക്ച്വൽ ആയിട്ട് കമ്പയർ ചെയ്യാൻ, ഈ ആക്ച്വൽ എന്നുള്ളത് നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണ്, അവിടെ അത് കമ്പയർ ചെയ്യാനും ഇൻകം സ്റ്റേറ്റ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്. ഡിസ്ക്ലോസർ ആൻഡ് ട്രാൻസ്പെറൻസി, അതുപോലെ തന്നെ ഇത് ട്രാൻസ്പെറന്റ് ആണ്. കമ്പനി ഇപ്പോൾ ലിസ്റ്റഡ് കമ്പനീസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എല്ലാം ഓഡിറ്റ് ചെയ്ത്, തേർഡ് പാർട്ടി ഓഡിറ്റേഴ്സിനെ കൊണ്ട് ഓഡിറ്റ് ചെയ്തിട്ടാണ് അവർ പബ്ലിഷ് ചെയ്യുന്നത്.
അപ്പോൾ അത് ഇൻകം സ്റ്റേറ്റ്മെന്റ് കൂടുതൽ ട്രാൻസ്പെറന്റ് ആവാൻ ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് ഇൻകം സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തതിന്റെ ഒരു കീ സമ്മറി ആയിട്ട് നോക്കാം. ഒന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇത് കമ്പനിയുടെ പ്രോഫിറ്റ് എത്രയാണ്, ലോസ് എത്രയാണ് എന്നുള്ളത് തീരുമാനിക്കുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. നമ്മൾ സ്ട്രക്ചർ പറഞ്ഞു. ഫസ്റ്റ് സെയിൽസ് റവന്യൂ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, ഗ്രോസ് പ്രോഫിറ്റ്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, ഓപ്പറേറ്റിംഗ് ഇൻകം, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ്, അഡ്മിനിസ്ട്രേഷൻ ഇൻകം, നെറ്റ് പ്രോഫിറ്റ്. ഇതാണ് ഇതിന്റെ സ്ട്രക്ചർ വരുന്നത്. എലമെന്റ് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒന്ന് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. അതുപോലെ തന്നെ ഗ്രോസ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. പിന്നെ അതിന്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ്, ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഇതിന്റെ എലമെന്റ്സ് വരുന്നത്. അതുപോലെ തന്നെ ഇൻകം സ്റ്റേറ്റ്മെന്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ ബഡ്ജറ്റിങ്ങിനെയും ഫോർകാസ്റ്റിങ്ങിനെയും എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളത് രണ്ട് രീതിയിൽ നമ്മൾ പറഞ്ഞു. ഒന്ന് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാനും ഈ പ്രിപ്പയർ ചെയ്ത ബഡ്ജറ്റ് കമ്പയർ ചെയ്യാൻ, ഇത് രണ്ടിനും ഇൻകം സ്റ്റേറ്റ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്. ക്രെഡിറ്റ് വർത്തിനെസ്, അതുപോലെ തന്നെ ഇസ് എ കീ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. മാനേജ്മെന്റിനെ ഒരു കീ ഇൻഫർമേഷൻ സിസ്റ്റം ആയിട്ട് തന്നെ അത് യൂസ് ചെയ്യാൻ പറ്റും. കാരണം കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി എത്രയാണ്, സെയിൽസ് എത്രയാണ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എത്രയാണ്, ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണ്, ഇതുപോലെ തന്നെ കീ മെട്രിക്സ് എല്ലാം വരുന്നത് ഇൻകം സ്റ്റേറ്റ്മെന്റിലാണ്. അപ്പോൾ ഈ കീ മാനേജ്മെന്റിന്റെ ഒരു കീ ഇൻഫർമേഷൻ സിസ്റ്റം ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും ഇൻകം സ്റ്റേറ്റ്. അതുപോലെ തന്നെ ഇത് ഗ്രോസ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റും കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ കീ പ്രോഫിറ്റബിലിറ്റി മെഷേഴ്സ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇൻകം സ്റ്റേറ്റ്മെന്റിലാണ്. ഓക്കെ, ഇതാണ് നമ്മളെ ഇൻകം സ്റ്റേറ്റ്മെന്റിന്റെ കീ സമ്മറി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് CMA എക്സാം പ്രിപ്പറേഷന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫ്രീ റിസോഴ്സസ് ഉള്ള ഒരു വെബ്സൈറ്റ് ആണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. എലൈറ്റ് CMA എഡ്യൂക്കേഷൻ ആണ് വെബ്സൈറ്റിന്റെ പേര്. ഞാൻ ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ CMA പാർട്ട് 1, പാർട്ട് 2 ഇതിന്റെ എല്ലാ ടോപ്പിക്കിലും ആർട്ടിക്കിൾസ് ഉണ്ട്. ഇതിൽ ഫ്രീ ആയിട്ട് എല്ലാവർക്കും റെഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത ഭാഗം CMA പാർട്ട് 1 ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്നുള്ള ഭാഗമാണ്. ഇതിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഈ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ആർട്ടിക്കിളിലുണ്ട്. നിങ്ങൾക്ക് ഈ ആർട്ടിക്കിൾ ഫ്രീ ആയിട്ട് റെഫർ ചെയ്യാം, ഇത് വായിക്കാം. ഇതിലെല്ലാം ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ഫ്രീ ആയിട്ട് റെഫർ ചെയ്യാൻ പറ്റും. ഇൻകം സ്റ്റേറ്റ്മെന്റ് എക്സാമ്പിൾ ഉണ്ട്, അതുപോലെ തന്നെ അതിന്റെ കീ സ്ട്രക്ചർ എന്തൊക്കെയാന്നുള്ളത് കൊടുത്തിട്ടുണ്ട്, അതിന്റെ എലമെന്റ്സ് കൊടുത്തിട്ടുണ്ട്, അതിന്റെ സിഗ്നിഫിക്കൻസ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഇൻകം സ്റ്റേറ്റ്മെന്റിന്റെ പ്രിപ്പറേഷൻ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, അതിന്റെ കോർ കൺസെപ്റ്റ് എന്താണെന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഈ URL കയറി കഴിഞ്ഞാൽ വായിക്കാൻ പറ്റും, ഫ്രീ ആയിട്ട് വായിക്കാൻ പറ്റും. ഞാൻ ഇതിന്റെ ലിങ്കും ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നിങ്ങളെ അണ്ടർസ്റ്റാൻഡിങ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ടെസ്റ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട്, ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇത് നിങ്ങൾക്ക് 5 ക്വസ്റ്റ്യൻസ്, ഓരോ ആർട്ടിക്കിളിലും 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതിൽ നിങ്ങൾക്ക് 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് ആ ടോപ്പിക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് തന്നെ മെഷർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളെ CMA പാർട്ട് 1 കീ ആയിട്ടുള്ള എല്ലാ ഏരിയസിലും ഇതിൽ ആർട്ടിക്കിൾസ് ഉണ്ട്. അതിലെല്ലാം ഫ്രീ ടെസ്റ്റുകൾ ഉണ്ട്. നിങ്ങൾക്ക് ആ ഫ്രീ ടെസ്റ്റ് എല്ലാം, ഈ ആർട്ടിക്കിൾ എല്ലാം ഫ്രീ ആയിട്ട് വായിക്കാം. അതുപോലെ തന്നെ ടെസ്റ്റ് എല്ലാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അതുപോലെ തന്നെ പാർട്ട് 2ലെയും കീ ആയിട്ടുള്ള എല്ലാ ഏരിയയിലും ആർട്ടിക്കിൾസ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഏരിയയിലെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആർട്ടിക്കിൾസിന്റെ കൂടെ എല്ലാം ഫ്രീ ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ടെസ്റ്റ് എല്ലാം എടുത്ത് നിങ്ങളെ അണ്ടർസ്റ്റാൻഡിങ് എത്ര ഉണ്ട് എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്നുള്ള ആർട്ടിക്കിൾ നിങ്ങളൊന്ന് വായിക്കുക. ആർട്ടിക്കിൾ ഒന്ന് വായിച്ച് ഒന്ന് മനസ്സിലാക്കി അതിന്റെ കൂടെ എന്ത് ചെയ്യുക, ടെസ്റ്റും കൂടെ ഒന്ന് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ കൂടെ പറയാനുള്ളത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഡിസ്കഷൻ ഉള്ളത്. ഇൻകം സ്റ്റേറ്റ്മെന്റ് നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് നോർമൽ എല്ലാവർക്കും, കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിലുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ താങ്ക് യു, ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ പ്രിപ്പറേഷൻ.